ഹലോ ഗൈസ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മളുടെ മിലുവിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ആകെ ഇനി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേർഷ്യൻ ക്യാറ്റാണ് മിലു. നമ്മൾ എക്സ്ട്രീം കാറ്റഗറിപ്പെടുന്ന ബൈ കളർ, റെഡ് ആൻഡ് വൈറ്റ് ബൈ കളറുള്ള ഒരു എക്സ്ട്രീം കാറ്റഗറിയുള്ള ഫീമെയിൽ ക്യാറ്റാണ്. നമുക്കിപ്പോൾ ആകെ ഇവള് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ഇവള് ഏകദേശം ഒരു 2 മാസത്തിൽ കൂടുതലായി ഇവളൊന്ന് കുളിപ്പിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇവളൊന്ന് കുളിപ്പിച്ചാലോ? അപ്പോൾ അതിന് മുമ്പ് വളർന്ന് എടുത്ത് പുന്നായിരിക്കുന്നതും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്നത് നമ്മൾ വളർത്തുന്ന നമ്മളുടെ തന്നെ പെറ്റ്സിൻ്റെ വീഡിയോസും വിശേഷങ്ങളും സെയിൽ വീഡിയോസും എല്ലാമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാവുന്ന നമ്മൾ കൂടുതലും നാടൻ ബ്രീഡ്സിനെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പശു ആയിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം നാടൻ ബ്രീഡ്സിനാണ്. കാരണം അവരിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സിൻ്റെ ഗുണത്തിനെ നോക്കിയാണ് നമ്മൾ അതിനെ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഹൈബ്രിഡ് പശുക്കൾ ഇഷ്ടംപോലെയുണ്ട്, കിട്ടാനും അവൈലബിളാണ്. നമുക്ക് കൂടുതൽ പാലും കിട്ടും. പക്ഷേ നമ്മൾ വളർത്തുന്നത് വെച്ചൂർ പോലെ 2 ലിറ്റർ 1.5 ലിറ്റർ പാലുള്ള ചെറിയ പശുക്കളെയും ഗീർ പോലുള്ള തനി ഏറ്റവും കൗസിനാണ് വളർത്തുന്നത്. കാരണം അവരുടെ പ്രൊഡക്ട്സിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ പിള്ളേർക്കുമെല്ലാം ഇതിൻ്റെ ഗുണം മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ അവരെ വളർത്തുന്നത്. അതുപോലെ കോഴികളായിക്കോട്ടെ, BV3 80 പോലുള്ള ഹൈബ്രിഡ് മുട്ട കോഴികളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ വളർത്തുന്നത് പണ്ടത്തെ തനി നാടൻ കോഴികളെയാണ് വളർത്തുന്നത്. പക്ഷേ പൂച്ച, പേർഷ്യൻ ക്യാറ്റ് അങ്ങനെയല്ല. പേർഷ്യൻ ക്യാറ്റ് പുറത്തുനിന്ന് വന്നാണ്. അത് നമ്മളൊരു ആഗ്രഹം കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ആവതുള്ളിടത്തോളം കാലം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പെറ്റ്സിനെ എല്ലാം വളർത്തണമെന്നാണ് ആഗ്രഹം. എത്ര നാൾ കഴിയുന്നോ, നമുക്ക് എത്ര നാൾ വരെ വളർത്താൻ കഴിയുന്നോ അത്രയും നാൾ നമ്മൾ വളർത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ 2 മാസം ഇവിടെ കുളിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ള ഫംഗൽ പ്രശ്നം ഇല്ല, വാലിൽ തുമ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളവളെ ഇപ്പോൾ ബാത്റൂമിൽ കയറ്റി ഷാമ്പു ഇട്ട് ഇരുത്തിയേക്കുവാണ്. ശരിക്കും ഒരു അരമണിക്കൂറൊക്കെ നിർത്തണം എന്നാണ് ഇത്. പക്ഷേ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് നിർത്തിയേക്കുന്നതാണ്. ഇപ്പോൾ ഷാമ്പു തേച്ചിരുന്നത്. അപ്പോൾ ആൾക്ക് കുളിക്കണത് വലിയ കുഴപ്പമില്ല, പ്രശ്നമില്ലാത്ത ആളാണ്. നമ്മൾ വേഗം കുളിപ്പിച്ച് ഹെയർ ഡ്രയർ വെച്ച് ഉണക്കിയെടുത്ത് തേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പെറ്റ്സിന് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.